അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം അരമുറുക്കി ഇബാദത്തിന് വേണ്ടി തയ്യാറെടുത്ത സമയങ്ങളാണെന്ന് പരിശുദ്ധമായ ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദിനയാത്രകൾ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സമയങ്ങൾ. അങ്ങനെയുള്ള ഈ ഒരു പകല്, രാത്രി നമ്മുടെ മുന്നിലേക്ക് വീണ്ടും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ IBT ഗാർഡൻ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകളും നൽകാറുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ റമളാനിൽ റമളാൻ 1 മുതൽ 30 അതല്ലെങ്കിൽ 29 കൂടിയ ദിവസങ്ങളിൽ സാധ്യമാകുന്നത് പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ചെറിയ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാൻ ആലോചിക്കുകയും അതിൻ്റെ തുടക്കമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുന്നത്. തദ്ക്കിറ എന്ന പേരിൽ റമളാനിലെ ഒരു സ്പെഷ്യൽ ടോക്ക് സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് പറയാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയുള്ള ക്ലാസ്സുകൾ അതാത് ദിവസങ്ങളിൽ ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും അഫ്ളലായ അമലുകളിൽപ്പെട്ട ഒന്നാണല്ലോ ഇൽമ്, അതുമായിട്ട് നമ്മൾ ശുഅലാവുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതേസമയം റമളാനാണ്, ഫോണും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, സോഷ്യൽ മീഡിയയിലേക്കില്ല എന്ന തീരുമാനത്തിലാണോ നിങ്ങൾ ആദ്യമേ ഉള്ളത്? എന്നാൽ ഇതിനെ നിങ്ങൾ പരിഗണിക്കുകയും വേണ്ട. നിങ്ങൾ ഇതിനേക്കാൾ ഖൈറായി കരുതുന്ന അദ്കാറുകളാവട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, അതിൽ വ്യാപൃതരാവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഓ വിശ്വാസി ലോകമേ, നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയവർക്ക് നോമ്പിനെ, വ്രതത്തെ, ഉപവാസത്തെ നാം നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ശേഷം പറയുന്നു ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്? നിങ്ങൾ തഖ്വയുള്ളവർ ആകാൻ, തഖ്വയുള്ളവരായേക്കാം. തഖ്വയുള്ളവരാകാൻ, അള്ളാഹുവിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവരാകാൻ, അതിന് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായി ഇവിടെ നോമ്പിനെ അള്ളാഹു നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. ഇന്നു മുതൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച് ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ സമയവും സാഹചര്യവും മനസ്സിലാക്കി, റമളാൻ മാസമാണ്, അയാളൊരു മുസ്ലിമായ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കി ഒരു പക്ഷേ നമുക്ക് നോമ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞേക്കാം. എന്നതിനപ്പുറം നമ്മുടെ പ്രവർത്തനമോ നമ്മുടെ വേഷവിധാനങ്ങളോ നോക്കി ഒരിക്കലും അയാൾക്ക് നോമ്പാണെന്ന് തിരിച്ചറിയൽ സാധ്യമല്ല. ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയയാളുടെ വസ്ത്രം നോക്കിയാൽ ഹജ്ജിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉംറയ്ക്ക് വേണ്ടിയും മനസ്സിലാക്കാൻ സാധിക്കും, അയാൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടിയ ആളാണെന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ നിസ്കരിക്കുകയാണോ അല്ലേ അതും മനസ്സിലാക്കാൻ സാധിക്കും. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അയാൾ കെട്ടി സലാം വീട്ടുന്നതിൻ്റെ മധ്യ നടക്കുന്ന പ്രോസസ്സാണ് നിസ്കാരമെന്ന് പറഞ്ഞാൽ അതും അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട്
അയാളുടെ വർഷം തികഞ്ഞ് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ കൊടുക്കൽ എന്ന് മനസ്സിലാകും അത് സക്കാത്താണെന്നുള്ളത്. പക്ഷേ നോമ്പ് അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ നിയ്യത്ത് അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നോമ്പ് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറഞ്ഞ സമയത്തിലായി നമ്മൾ പറയും. എല്ലാവരും അത് പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനമായി ഇന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്, നോമ്പ് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് വരാൻ പാടില്ല എന്ന് ആദ്യമേ പറയുകയാണ്. രാവിലെ സുബഹി മുതൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ വയറ് കാലിയാക്കി കാത്തിരിക്കുക എന്നതല്ല നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം നമ്മുടെ വയറ് കാലിയാകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉച്ച സമയമാകുമ്പോഴേക്ക് വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിലും കാലാവസ്ഥയിൽ വ്യത്യാസമുള്ള സ്ഥലങ്ങളുണ്ടാകും. നാട്ടിൽ നല്ല ചൂട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലല്ല, സൗദിയിലാണ്. ഇവിടെ നല്ല തണുപ്പിൻ്റെ സമയമാണ്. ഇതിനേക്കാൾ തണുപ്പുള്ള സ്ഥലങ്ങളുണ്ടാകും, നാട്ടിലുള്ളതിനേക്കാൾ ചൂടുള്ള സ്ഥലങ്ങളും ഉണ്ടാകും. ഈ മാറ്റങ്ങൾ എന്തുമുണ്ടെങ്കിലും നോമ്പിന് മാറ്റമില്ല. അത് സുബഹി മുതൽ മഗ്രിബ് വരെ നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം. അപ്പം പിന്നെ ആരും കാണുന്നില്ലല്ലോ, കുറച്ച് വെള്ളം കുടിക്കാം എന്നല്ല. ആര് കാണുന്നുണ്ടെങ്കിലും റബ്ബായ അള്ളാഹു കാണുന്നുണ്ടല്ലോ. ആരു കാണുന്നില്ലെങ്കിലും റബ്ബായ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. ഇത് നമ്മൾ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, തുടർന്നുള്ള 29-30 നാളുകൾ നമ്മൾ ബൈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോമ്പ് കഴിയുമ്പോഴേക്ക് നമ്മൾ മുത്തഖീങ്ങളിൽ പെടാൻ വലിയ വഴിയൊരുക്കുകയാണ്. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുവിൽ നമ്മൾ സൂക്ഷിക്കും. അതൊരു ചെറിയ സംസാരം, ഒരു പളക്ക പറയുകയാണെങ്കിലും അള്ളാഹു അവൻ ഞാൻ ഈ പറയുന്ന വാക്കുകൊണ്ട് എന്നെ ശിക്ഷിക്കുമോ എന്ന് ചിന്തിക്കാൻ അവിടെ നമ്മെ പ്രാപ്തരാക്കും. അങ്ങനെയാണ് മഹാന്മാർ ആവശ്യമുള്ളതല്ലാതെ സംസാരിക്കാനുണ്ടായിരുന്നില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുക. അനാവശ്യമായ വിഷയങ്ങളിലേക്ക് അവർ പോകാറുണ്ടായിരുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിരിക്കുന്ന നമ്മൾ പഠിച്ച വിഷയങ്ങൾ അതെങ്ങനെ അവർക്ക് സാധിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയമായി ഈ റമദാൻ നമുക്ക് മാറണം. അള്ളാഹു അതിനേക്കുള്ള തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളും ചുരുങ്ങിയ വാക്കുകൾ നമുക്ക് പറയാം. പ്രധാനമായും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, വ്രതം അത് വെറുതെയാക്കുന്ന, ഉപവാസം അത് ഉപയോഗമില്ലാതെയാക്കുന്ന, നോമ്പ് അത് ഒന്നുമല്ലാതെയാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാവരുതേ. ഞാനും നിങ്ങളും അക്കാര്യം ശ്രദ്ധിക്കണം. പ്രിയമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, അനാവശ്യമായ രീതിയിൽ ഒരാളോടും സംസാരിക്കാൻ നിൽക്കാതെ മറ്റുള്ളവരെക്കുറിച്ചുള്ള ഇല്ലായ്മകളും വല്ലായ്മകളും വെറുതെ പറഞ്ഞ് വരുത്തുന്ന, അത് മെസ്സേജായിട്ടാവട്ടെ, വോയിസായിട്ടാവട്ടെ, നരകര അയൽവാസിയോടൊരു സംസാരിക്കുന്നതാവട്ടെ, അതിലേക്കൊന്നും നമ്മൾ നിൽക്കാതെ നമ്മൾ അള്ളാഹുവിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായി മാറണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെല്ലാം ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വിഷയങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.